നിങ്ങൾ ഈ കാണുന്ന പ്ലാന്റിന്റെ പേര് സമ്മർ സ്നാപ്ഡ്രാഗൺ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം ഏഞ്ചലീന ഓഗസ്റ്റിഫോളിയ എന്ന് പറയുന്നത്. ഈ വൈറ്റ് ഫ്ലവറിന്റെ കാര്യമുള്ള പ്ലാന്റിന്റെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് നേറ്റീവ് ടു മെക്സിക്കോ ആൻഡ് വെസ്റ്റ് ഇൻഡീസ്, പിന്നെ ടോളറൻറ്റ് ടു എക്സ്ട്രീം ഹീറ്റ് ആൻഡ് ഹ്യൂമിഡിറ്റി എന്നാണ്. ട്രോപ്പിക്കൽ ക്ലൈമറ്റിലൊക്കെ ഗ്രോ ചെയ്യും. പിന്നെ ഇത് പല കളറിലും വരുന്നുണ്ട്. വൈറ്റ്, പിങ്ക്, ബ്ലൂ, മാവ് കളർ, പിന്നെ പർപ്പിൾ, വയലറ്റ് ഷെയ്ഡ് ഇതിലൊക്കെ വരുന്നുണ്ട്. ഈ കളറിലൊക്കെ വരുന്നുണ്ട്. പിന്നെ കണ്ടിന്യൂസ് ബ്ലൂമാണ്. പിന്നെ ലേറ്റ് സ്പ്രിംഗ് തൊട്ട് ആദ്യത്തെ മഞ്ഞ് വരെ, എയർലി ഫ്രോസ്റ്റ്, ആദ്യത്തെ മഞ്ഞ് വീണ വരെ ഇത് ബ്ലൂം ചെയ്യുമെന്ന് പറയുന്നു. പിന്നെ സ്ലൈറ്റ്ലി അരോമാറ്റിക് ആണ്. പിന്നെ ഒരു ചെറിയൊരു ആപ്പിൾ സെന്റ്, ഫെയിൻറ്റ് ആപ്പിൾ സെന്റ് ഒരു ഗ്രേപ്പ് സെന്റ് വെൻ ബ്രോയിസ്ഡ് എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ ആപ്പിളിനല്ലേ ഗ്രേപ്പിന്റെ മണം വരുമെന്ന് പറയുന്നത്. ഞാൻ ചെയ്തു നോക്കിയിട്ടില്ല. പിന്നെ പോളിനേറ്റർ മാഗ്നറ്റ് ആണ്. ബീസ്, ബട്ടർഫ്ലൈസ്, ഹമ്മിങ് ബേർഡ്സ് ഇതൊക്കെ അതിനൊക്കെ അട്രാക്ട് ചെയ്യും. പിന്നെ 6+ hours ഓഫ് സൺലൈറ്റ്, 6 മണിക്കൂറിലധികം സൂര്യപ്രകാശമാണ്. ഇതൊക്കെയാണ് ഇതിനെ പറ്റി പ്രധാനമായിട്ട് പറയാനുള്ളത്. പിന്നെ ഈ ചുവന്ന പൂവുള്ളത് അത് പെൻഡോസ് അല്ലെങ്കിൽ പെൻഡോസ് ആണ്. ഈജിപ്ഷ്യൻ സ്റ്റാർ ക്ലസ്റ്റർ എന്ന് അറിയപ്പെടുന്ന ഒരു പൂവാണ്. അത് മെയിനായിട്ട് കട്ട് ഫ്ലവേഴ്സ്, ബൊക്കെ അറേഞ്ച്മെന്റ്, പിന്നെ ഇൻഡോർ ഫ്ലോറൽ അറേഞ്ച്മെന്റ്സ് അതിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. മെയിനായിട്ട് ഇറോഷൻ കൺട്രോൾ, പിന്നെ ആഫ്രിക്കൻ മെഡിസിനിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നെറ്റിൽ നോക്കിയാൽ മതി എന്തിനാണ് യൂസ് ചെയ്യണമെന്നൊക്കെ. അത് അറിയാവുന്ന വൈദ്യന്മാരോട് ചോദിക്കുക, എന്തെങ്കിലും പദ്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുള്ളത്. വെറുതെ കയറി അത് ഉപയോഗിച്ചേക്കരുത്. പിന്നെ മറ്റേത് നമ്മുടെ കോമൺ ഇന്ത്യൻ പ്ലാന്റ് ആണ്, നമ്മുടെ അരിപ്പൂ എന്നൊക്കെ പറയുന്ന പോലെ. അത് ഈ ഫ്യൂമിഗേഷൻ പർപ്പസിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. കൂടുതലായിട്ട് കൊതുകിനെ ഓടിക്കാനും, പിന്നെ ആന്റി ബാക്ടീരിയൽ ആയതുകൊണ്ട് ഈ ചെറിയ മുറിവിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതൊന്ന് വെരിഫൈ ചെയ്തിട്ട് ഉപയോഗിക്കുക. എന്തായാലും ഫ്യൂമിഗേഷനെ ഉപയോഗിക്കാം നമുക്ക് കൊതുകിനെ ഓടിക്കാനൊക്കെ. അത് ഇല ഉണക്കി പൊടിച്ചിട്ട് കത്തിക്കാം, ആ പർപ്പസിന് നല്ലതെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി പ്രധാനമായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ സമ്മർ സ്നാപ്ഡ്രാഗൺ ആണെങ്കിൽ നമ്മുടെ നാട്ടിലും പിടിപ്പിക്കാവുന്നതാണ്. ട്രോപ്പിക്കൽ ക്ലൈമറ്റിലൊക്കെ ഗ്രോ ചെയ്യും. ഞാൻ കുറച്ച് നേരം വേണമെങ്കിൽ കാണിക്കാം.